ഒരു വജ്രം കാരണം ഒരു രാജവംശം ഒന്നടങ്കം ഇല്ലാതാകുമോ? ഒന്നല്ല, 10ലധികം സാമ്രാജ്യങ്ങളെയും നൂറുകണക്കിന് രാജാക്കന്മാരെയും കൊലപാതകങ്ങളിലേക്കും ഭ്രാന്തിലേക്കും സർവനാശത്തിലേക്കും തള്ളിയിട്ട ഒരു രത്നം ഇന്നും നമ്മുടെ ലോകത്തിലുണ്ട്. കോഹിനൂർ. പേർഷ്യൻ ഭാഷയിൽ വെളിച്ചത്തിന്റെ പർവ്വതം എന്നാണ് ഇതിന്റെ അർത്ഥം. എന്നാൽ ഇതിന്റെ ചരിത്രം നോക്കിയാൽ ഇരുട്ടും ചോരയും മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ഈ വജ്രം കൈവശം വച്ച പുരുഷന്മാരായ എല്ലാ രാജാക്കന്മാരുടെയും അന്ത്യം ദാരുണമായിരുന്നു. സ്വന്തം മക്കളാൽ തടവിലാക്കപ്പെടുക, സ്വന്തം അംഗരക്ഷകരാൽ കൊല ചെയ്യപ്പെടുക, കണ്ണുകൾ കുത്തിയെടുക്കപ്പെടുക, വഞ്ചിക്കപ്പെടുക എന്നിങ്ങനെയൊക്കെ. 14-ാം നൂറ്റാണ്ടിലെ ഒരു പുരാതന സംസ്കൃത ഗ്രന്ഥത്തിൽ കോഹിനൂറിനെ കുറിച്ച് ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്: ഏതൊരു പുരുഷൻ ഈ വജ്രം സ്വന്തമാക്കുന്നുവോ അവൻ ഈ ലോകം മുഴുവൻ കീഴടക്കും. എന്നാൽ അതോടൊപ്പം അവന്റെ സർവനാശവും ആരംഭിക്കും. ദൈവങ്ങൾക്കോ സ്ത്രീകൾക്കോ മാത്രമേ ഇതിന്റെ ശാപത്തിൽ നിന്ന് രക്ഷയുള്ളൂ. ഇത് വെറുമൊരു അന്ധവിശ്വാസമാണോ, അതോ ചരിത്രം തെളിയിച്ച ദാരുണമായ സത്യമോ? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഗോൽക്കൊണ്ടയിലെ ഹനിയിൽ നിന്ന് തുടങ്ങി ഡൽഹിയിലെ മുഗൾ കൊട്ടാരങ്ങളിലൂടെ അഫ്ഗാൻ മരുഭൂമികളിലൂടെ സഞ്ചരിച്ച് ഒടുവിൽ ലണ്ടൻ കൊട്ടാരത്തിലെത്തിയ കോഹിനൂറിന്റെ ചോര പുരണ്ട 700 വർഷത്തെ ചരിത്രമാണ്. വീഡിയോ മുഴുവനായി കാണുക. കഥ അറിയുന്നതിന് മുൻപ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ കഥ തുടങ്ങുന്നത് 13-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലാണ്. ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിക്കരയിലുള്ള പ്രശസ്തമായ ഗോൽക്കൊണ്ട ഹനി. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വജ്രങ്ങൾ വിളഞ്ഞ മണ്ണാണിത്. അവിടെ നിന്നാണ് ഏകദേശം 793 കാരറ്റ് തൂക്കമുള്ള ഒരു കൂറ്റൻ വജ്രം ലഭിക്കുന്നത്. അന്ന് ആ പ്രദേശം ഭരിച്ചിരുന്നത് കാകതീയ രാജവംശമായിരുന്നു. കാകതീയ രാജാവായ പ്രതാപരുദ്രൻ ഈ അപൂർവ വജ്രം വാറങ്കലിലെ പ്രശസ്തമായ ഭദ്രകാളി ക്ഷേത്രത്തിലെ ദേവി വിഗ്രഹത്തിന്റെ കണ്ണായി സ്ഥാപിച്ചു. അന്ന് വരെ ആ സാമ്രാജ്യം വളരെ സമൃദ്ധമായിരുന്നു. എന്നാൽ ഈ വജ്രം വിഗ്രഹത്തിൽ പതിപ്പിച്ചതോടെ കഥ അങ്ങ് മാറി. 1310 ഡൽഹി സുൽത്താനായ അലാവുദ്ദീൻ ഖിൽജിയുടെ കണ്ണുകൾ ഈ വജ്രത്തിൽ പതിഞ്ഞു. ഖിൽജിയുടെ ക്രൂരനായ സേനാപതി മാലിക് കഫൂർ ദക്ഷിണേന്ത്യ ആക്രമിച്ചു. വാറങ്കൽ കോട്ട വളഞ്ഞ മാലിക് കഫൂർ കാകതീയ സാമ്രാജ്യത്തെ തകർത്തു. ജീവൻ രക്ഷിക്കാനായി പ്രതാപരുദ്ര രാജാവിന് തന്റെ മുഴുവൻ സമ്പത്തും കൂടെ ഈ വജ്രവും മാലിക് കഫൂറിന് അടിയറവ് വയ്ക്കേണ്ടി വന്നു. ഇവിടെയാണ് കോഹിനൂറിന്റെ ശാപത്തിന്റെ ആദ്യ അധ്യായം കുറിക്കപ്പെടുന്നത്. വജ്രം നഷ്ടപ്പെട്ട പ്രതാപരുദ്ര രാജാവ് പിന്നീട് ഡൽഹിയിലേക്ക് തടവുകാരനെ കൊണ്ടുപോകുന്ന വഴിയിൽ നാണം കെട്ട് ആത്മഹത്യ ചെയ്തു. കാകതീയ വംശം പൂർണ്ണമായി നശിച്ചു. ഇനി ഖിൽജി വംശത്തിലേക്ക് നോക്കാം. വജ്രം ഡൽഹിയിലെത്തി അധികം വൈകാതെ സ്വന്തം അമ്മാവിനെ കൊന്ന് ഭരണത്തിലേറിയ അലാവുദ്ദീൻ ഖിൽജിക്ക് വിചിത്രമായ രോഗങ്ങൾ പിടിപെട്ടു. ഒടുവിൽ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ മാലിക് കഫൂർ തന്നെ ഖിൽജിയെ വിഷം കൊടുത്ത് കൊന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഖിൽജി രാജവംശം ദാരുണമായി തകർന്നു വീണു. ഖിൽജിമാർക്ക് ശേഷം വന്ന തുഗ്ലക് രാജവംശത്തിന്റെ കയ്യിലാണ് ഈ വജ്രം എത്തുന്നത്. മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ വിചിത്രമായ ഭരണപരിഷ്കാരങ്ങളും സാമ്രാജ്യത്തിന്റെ പതനവും നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്. ഒടുവിൽ ഡൽഹി സുൽത്താനേറ്റ് ലോധി വംശത്തിന്റെ കയ്യിലെത്തി. 1526 ചരിത്ര പ്രസിദ്ധമായ 1-ാം പാനിപത്ത് യുദ്ധം നടക്കുന്നു. കാബൂളിൽ നിന്ന് വന്ന ബാബർ ഇബ്രാഹിം ലോധിയെ തോൽപ്പിച്ച് കൊല്ലുന്നു. ലോധി വംശം അങ്ങനെ അവസാനിച്ചു. യുദ്ധത്തിന് ശേഷം ബാബറുടെ മകനായ ഹുമയൂൺ ആഗ്രയിലെ രാജകൊട്ടാരം പിടിച്ചടക്കുമ്പോൾ ഗോളിയോറിലെ രാജാവിന്റെ കുടുംബം ഹുമയൂണിന് ഒരു സമ്മാനം നൽകി. അതാണ് നമ്മുടെ ഈ വജ്രം. ബാബർ തന്റെ ആത്മകഥയായ ബാബർ നാമയിൽ ഈ വജ്രത്തെ കുറിച്ച് കൃത്യമായി എഴുതിയിട്ടുണ്ട്. ഇതിന്റെ വില എത്രയാണെന്ന് വെച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ആദ്യ ദിവസത്തെ ഭക്ഷണ ചെലവിന് തുല്യമാണ് ഈ ഒറ്റ വജ്രത്തിന്റെ മൂല്യം. ബാബർ ഇതിന് ബാബറുടെ വജ്രം എന്ന് പേരിട്ടു. എന്നാൽ വജ്രം സ്വന്തമാക്കി അധികം വൈകാതെ ബാബറുടെ ആരോഗ്യനില വഷളായി. 1530 അനാവശ്യമായ രോഗങ്ങളാൽ ബാബർ മരണപ്പെട്ടു. അടുത്തത് മകൾ ഹുമയൂണിന്റെ ഊഴമായിരുന്നു. ഹുമയൂണിന് സിംഹാസനത്തിൽ സമാധാനത്തോടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. ഷേർഷാ സൂരി ഹുമയൂണിനെ തോൽപ്പിച്ച് നാടുകടത്തി. വഞ്ചനയും അലച്ചിലും നിറഞ്ഞതായിരുന്നു ഹുമയൂണിന്റെ ജീവിതം. ഒടുവിൽ ഡൽഹി തിരിച്ചടിച്ചെടുത്തെങ്കിലും ലൈബ്രറിയുടെ പടികളിൽ നിന്ന് കാൽ വഴുതി വീണ് ദാരുണമായി ഹുമയൂൺ മരണപ്പെട്ടു. അക്ബറിന്റെ കാലത്ത് ഈ വജ്രം അധികം പുറത്തെടുത്തിരുന്നില്ല എന്നത് ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ ഇതിന്റെ ദുരന്ത ചരിത്രം അക്ബർ മനസ്സിലാക്കിയിട്ടുണ്ടാകാം. എന്നാൽ അക്ബറിന്റെ കൊച്ചുമകനായ ഷാജഹാന്റെ ഭരണകാലത്ത് വജ്രം വീണ്ടും അവതരിച്ചു. മുഗൾ സാമ്രാജ്യം സമ്പത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം ഷാജഹാൻ ലോകത്തെമ്പാടുമുള്ള രത്നങ്ങൾ ശേഖരിച്ച് ഒരു അത്ഭുത നിർമ്മിതി ഉണ്ടാക്കി: മയൂരാസനം. 7 വർഷമെടുത്താണ് ഇത് നിർമ്മിച്ചത്. ഇന്നത്തെ മൂല്യം കണക്കാക്കിയാൽ കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന സിംഹാസനം. ഈ മയൂരാസനത്തിന്റെ ഏറ്റവും മുകളിലായി പീകോക്കിന്റെ തലഭാഗത്ത് ഷാജഹാൻ കോഹിനൂർ വജ്രം പതിപ്പിച്ചു. പക്ഷേ മയൂരാസനത്തിൽ കോഹിനൂർ പതിച്ച നിമിഷം മുതൽ ഷാജഹാന്റെ ജീവിതത്തിലെ കറുത്ത നാളുകൾ ആരംഭിച്ചു.
താൻ ജീവന് തുല്യം സ്നേഹിച്ച ഭാര്യ മുംതാസ് പ്രസവത്തോടെ മരണപ്പെട്ടു. അതിനു പിന്നാലെ സ്വന്തം മക്കൾ സിംഹാസനത്തിനായി പരസ്പരം വെട്ടിമരിച്ചു. അവസാനം ഷാജഹാന്റെ ക്രൂരനായ മകൻ ഔറംഗസീബ് സ്വന്തം സഹോദരങ്ങളെല്ലാം വധിച്ച് സ്വന്തം പിതാവായ ഷാജഹാനെ ആഗ്രയിലെ കോട്ടയിൽ തടവറയിലാക്കി. താൻ നിർമ്മിച്ച താജ്മഹലിലേക്ക് ജനലിലൂടെ നോക്കി തടവറയിൽ കിടന്ന് അതീവ ദയനീയമായിട്ടാണ് ഷാജഹാൻ മരണപ്പെട്ടത്. ഔറംഗസീബിന് ശേഷം മുഗൾ സാമ്രാജ്യം തകർച്ചയിലേക്ക് കൂപ്പുകുത്തി. ഒടുവിൽ ഡൽഹി ആക്രമിക്കാൻ മറ്റൊരു ക്രൂരനായ ഭരണാധികാരി വരുന്നു, നാദിർ ഷാ. 1739 പേർഷ്യൻ ഭരണാധികാരിയായ നാദിർ ഷാ ഡൽഹി ആക്രമിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലകളിൽ ഒന്നാണ് അന്ന് ഡൽഹിയിൽ നടന്നത്. ഒരൊറ്റ ദിവസം കൊണ്ട് 30,000-ത്തിലധികം നിരപരാധികളായ മനുഷ്യരെ നാദിർ ഷായുടെ സൈന്യം വെട്ടിപ്പരുത്തി. മുഗൾ ചക്രവർത്തിയായ മുഹമ്മദ് ഷാ നാദിർ ഷായ്ക്ക് മുന്നിൽ മുട്ടുകുത്തി. ഡൽഹിയിലെ മുഴുവൻ സമ്പത്തും നാദിർ ഷാ കൊള്ളയടിച്ചു. അദ്ദേഹം മയൂരാസനവും പിടിച്ചെടുത്തു. എന്നാൽ നാദിർ ഷായ്ക്ക് വജ്രം എവിടെയാണെന്ന് കണ്ടെത്താനായില്ല. ഒടുവിൽ മുഗൾ അന്തപുരത്തിലെ ഒരു സ്ത്രീ രഹസ്യം ചോർത്തി നൽകി. മുഹമ്മദ് ഷാ ചക്രവർത്തി തന്റെ തലപ്പാവിലാണ് ഈ വജ്രം ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് നാദിർ ഷാ ഒരു തന്ത്രം പ്രയോഗിച്ചു. മുഗൾ ആചാരപ്രകാരം സൗഹൃദം പുതുക്കാൻ തലപ്പാവുകൾ പരസ്പരം മാറാൻ മുഹമ്മദ് ഷായോട് ആവശ്യപ്പെട്ടു. ചക്രവർത്തിക്ക് മറുത്തു പറയാൻ കഴിഞ്ഞില്ല. തലപ്പാവ് പരസ്പരം മാറ്റി. തന്റെ തമ്പൂകത്തിൽ തിരിച്ചെത്തിയ നാദിർ ഷാ തലപ്പാവ് അഴിച്ചു നോക്കി. അവിടെ തിളങ്ങി നിൽക്കുന്ന അപൂർവ രത്നം. അതിന്റെ തിളക്കം കണ്ട് അത്ഭുതപ്പെട്ട് നാദിർ ഷാ ഉറക്കെ വിളിച്ചു പറഞ്ഞു, കോഹ്-ഇ-നൂർ, മൗണ്ടൻ ഓഫ് ലൈറ്റ്, വെളിച്ചത്തിന്റെ പർവ്വതം. അങ്ങനെയാണ് ഈ വജ്രത്തിന് ഇന്ന് കാണുന്ന പേര് ലഭിക്കുന്നത്. എന്നാൽ കോഹിനൂർ പേർഷ്യയിലേക്ക് പോയതോടെ നാദിർ ഷായുടെ നാശം തുടങ്ങി. വജ്രം കൈവശം വെച്ച് അധികം വൈകാതെ നാദിർ ഷായ്ക്ക് തീവ്രമായ മാനസിക വിഭ്രാന്തി പിടിപെട്ടു. സ്വന്തം മകന് തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നെന്ന് സംശയിച്ച് നാദിർ ഷാ സ്വന്തം മകന്റെ കണ്ണുകൾ കുത്തിയെടുത്തു. അദ്ദേഹത്തിന്റെ ക്രൂരത സഹിക്കാനാകാതെ 1747 സ്വന്തം സൈനികർ ഉറങ്ങിക്കിടക്കുകയായിരുന്ന നാദിർ ഷായുടെ തമ്പൂകത്തിൽ അതിക്രമിച്ചു കയറി അദ്ദേഹത്തെ വെട്ടിക്കൊന്നു. തുടർന്ന് ഈ വജ്രം അഫ്ഗാനിസ്ഥാനിലെ അഹമ്മദ് ഷാ ദുറാനിയുടെ കയ്യിലെത്തി. ദുറാനി വംശത്തിലും ശാപം തുടർന്നു. അദ്ദേഹത്തിന്റെ ചെറുമകനായ ഷാ ഷൂജയുടെ കണ്ണുകൾ സ്വന്തം സഹോദരൻ തന്നെ കുത്തിയെടുത്ത് നാടുകടത്തി. ജീവൻ കൊണ്ട് ഷാ ഷൂജ ഓടിയെത്തിയത് പഞ്ചാബിലേക്കായിരുന്നു. അഭയാർത്ഥിയായി പഞ്ചാബിലെത്തിയ അഫ്ഗാൻ ഭരണാധികാരി ഷാ ഷൂജയിൽ നിന്ന് 1813 പഞ്ചാബിന്റെ സിംഹം എന്നറിയപ്പെടുന്ന മഹാരാജ രഞ്ജിത് സിംഗ് കൊഹിനൂർ സ്വന്തമാക്കി. രഞ്ജിത് സിംഗ് വളരെ ശക്തനായ ഭരണാധികാരിയായിരുന്നു. അദ്ദേഹം ഈ വജ്രം തന്റെ കൈപ്പറ്റിൽ ധരിച്ചു. എന്നാൽ അദ്ദേഹം കൊഹിനൂറിന്റെ ഭീതിജനകമായ ചരിത്രത്തെക്കുറിച്ച് ബോധവാനായിരുന്നു. തന്റെ ജീവിതത്തിന്റെ ധീരകാലത്ത് വിചിത്രമായ ഒരു അസുഖം ബാധിച്ച് സംസാരിക്കാനുള്ള ശേഷി നഷ്ടപ്പെട്ടപ്പോൾ രഞ്ജിത് സിംഗ് ആംഗ്യ ഭാഷയിൽ ഒരു ഉത്തരവിട്ടു, ഈ വജ്രം എന്റെ മരണശേഷം ഒറീസയിലെ പ്രശസ്തമായ പൂരി ജഗന്നാഥ ക്ഷേത്രത്തിന് ദാനം ചെയ്യണം. പക്ഷേ അദ്ദേഹം മരിച്ചതോടെ കൊട്ടാരത്തിലെ ഖജനാവ് സൂക്ഷിപ്പുകാരനായ ബലിറാം എന്ന ഉദ്യോഗസ്ഥൻ ഈ വജ്രം ക്ഷേത്രത്തിന് നൽകാൻ വിസമ്മതിച്ചു. അതോടെ പഞ്ചാബിൽ ശാപത്തിന്റെ രക്തച്ചൊരിച്ചിൽ ആരംഭിച്ചു. രഞ്ജിത് സിംഗ് മരിച്ച് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹത്തിന്റെ 4 മക്കളും പൗത്രന്മാരും കൊട്ടാര വിപ്ലവങ്ങളിൽ ക്രൂരമായി കൊല്ലപ്പെട്ടു. വജ്രം പൂരി ക്ഷേത്രത്തിന് നൽകാൻ വിസമ്മതിച്ച ബലിറാമിനെ തടവറയിലിട്ട് പട്ടിണിക്കിട്ട് കൊന്നു. ഒടുവിൽ 1843 രഞ്ജിത് സിംഗിന്റെ 5 വയസ്സ് മാത്രം പ്രായമുള്ള മകൻ ദുലീപ് സിംഗ് സിഖ് സാമ്രാജ്യത്തിന്റെ രാജാവായി അവരോധിക്കപ്പെട്ടു. പഞ്ചാബ് പൂർണ്ണമായും അസ്ഥിരപ്പെട്ടു. ഈ അവസരം നോക്കി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പഞ്ചാബിലേക്ക് അധിനിവേശം നടത്തി. 1849 രണ്ടാം സിഖ് യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പഞ്ചാബ് കീഴടക്കി. 10 വയസ്സുകാരനായ കുട്ടി രാജാവ് ദുലീപ് സിംഗിനെ കൊണ്ട് ബ്രിട്ടീഷുകാർ ലഹോർ ഉടമ്പടി ഒപ്പുവെപ്പിച്ചു. ഈ ഉടമ്പടിയിലെ 3-ാം വകുപ്പ് പ്രകാരം കൊഹിനൂർ വജ്രം ഇംഗ്ലണ്ടിലെ വിക്ടോറിയ രാജ്ഞിക്ക് സമർപ്പിക്കണം എന്നതായിരുന്നു നിബന്ധന. 1850 വജ്രം ഇംഗ്ലണ്ടിൽ എത്തിച്ചു. എന്നാൽ അന്നത്തെ കൊഹിനൂറിന് 186 കാരറ്റ് തൂക്കമുണ്ടായിരുന്നു. അത് ഇന്നത്തെ പോലെ തിളക്കമുള്ളതായിരുന്നില്ല. വിക്ടോറിയ രാജ്ഞിയുടെ ഭർത്താവായ ആൽബർട്ട് പ്രഭു വജ്രം റീകട്ട് ചെയ്യാൻ ഉത്തരവിട്ടു. അങ്ങനെ വജ്രം വെട്ടിമിനുക്കി 105.6 കാരറ്റിലേക്ക് ചുരുങ്ങി. പക്ഷേ വജ്രം റീകട്ട് ചെയ്തതിന് തൊട്ടു പിന്നാലെ ആൽബർട്ട് പ്രഭു തനിക്ക് 42-ാം വയസ്സിൽ ടൈഫോയിഡ് പിടിപെട്ട് അപ്രതീക്ഷിതമായി മരണപ്പെട്ടു. ബ്രിട്ടീഷുകാർ വിഡ്ഢികളായിരുന്നില്ല. അവർ വജ്രത്തിന്റെ ചരിത്രം കൃത്യമായി പഠിച്ചു. വജ്രത്തിന്റെ പുരാതന ശാപം അവർ മനസ്സിലാക്കി. ഈ വജ്രം ഒരു പുരുഷൻ ധരിച്ചാൽ സർവനാശമാണ്, എന്നാൽ സ്ത്രീകളോ ദൈവങ്ങളോ ധരിച്ചാൽ ദോഷമില്ല. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് രാജകുടുംബം ഒരു കർശനമായ നിയമം ഉണ്ടാക്കി. കൊഹിനൂർ വജ്രം ബ്രിട്ടീഷ് സിംഹാസനത്തിലെ പുരുഷന്മാർ ഒരിക്കലും ധരിക്കാൻ പാടില്ല. പകരം രാജ്ഞിമാർ മാത്രമേ ധരിക്കാവൂ. അതുകൊണ്ടാണ് വിക്ടോറിയ രാജ്ഞിക്ക് ശേഷം എഡ്വേർഡ് 7-ാമൻ രാജാവായപ്പോൾ അദ്ദേഹം അത് ധരിക്കാതിരുന്നതും.
പകരം അദ്ദേഹത്തിന്റെ ഭാര്യ അലക്സാണ്ടർ രാജ്ഞിയുടെ കിരീടത്തിൽ അത് പതിപ്പിച്ചു. പിന്നീട് മേരി രാജ്ഞി, എലിസബത്ത് രാജ്ഞിയുടെ അമ്മ എന്നിവരാണ് ഇത് ധരിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് എന്ത് പറ്റിയെന്ന് നോക്കൂ. ഒരിക്കലും സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യവും കൊഹിനൂർ ലണ്ടനിലെ അരനൂറ്റാണ്ടിനുള്ളിൽ തകർന്നു തരിപ്പണമായി. ഇന്ന് കൊഹിനൂർ വജ്രം ലണ്ടനിലെ ടവർ ഓഫ് ലണ്ടനിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്നീ 4 രാജ്യങ്ങൾ ഈ വജ്രത്തിനായി അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ബ്രിട്ടൻ ഇത് തിരികെ നൽകാൻ തയ്യാറായിട്ടില്ല. ഇനി അവസാനമായി ഒരു ചോദ്യം: കൊഹിനൂറിന് യഥാർത്ഥത്തിൽ ഒരു ശാപമുണ്ടോ? അതോ അപൂർവമായ ഒരു വജ്രത്തിനോട് മനുഷ്യനുണ്ടായ അതിരറ്റ ആർത്തിയും അധികാരമോഹവും വഞ്ചനയുമാണോ ഈ സാമ്രാജ്യങ്ങളെല്ലാം തകർത്തത്? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചരിത്രത്തിലെയും മിസ്റ്ററിയിലെയും ഇത്തരം കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. അടുത്തൊരു മികച്ച വീഡിയോയുമായി വീണ്ടും കാണാം.